വള്ളംകളിയുടെ ആവേശത്തിലേക്ക് പോകാം. ചമ്പക്കുളം മൂലം ജലോത്സവത്തിലെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. 7 ചുണ്ടൻ വള്ളങ്ങളാണ് രാജപ്രമുഖൻ ട്രോഫിക്കായി തൊഴിയെറിയുന്നത്. ഒന്നാം ഹിറ്റ്സിൽ ആരോമ ചുണ്ടൻ ഒന്നാമതെത്തി. ട്രാക്ക് 1-ൽ ചെറുതന പുത്തൻ ചുണ്ടൻ, ട്രാക്ക് 2-ൽ ചമ്പക്കുളം ചുണ്ടൻ, മൂന്നാം ട്രാക്കിൽ അരോമ ചുണ്ടൻ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് തുഴയെറിഞ്ഞത്. ആ ഒരു ആവേശ പോരാട്ടത്തിൽ അരോമ ചുണ്ടൻ ഒന്നാമതെത്തി. ഇപ്പോൾ ഇതാ രണ്ടാം ഹിറ്റ്സിൽ ആരംഭിക്കുകയാണ്. 2 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഒന്നാം ട്രാക്കിൽ ആയാമ്പറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാം ട്രാക്കിൽ നടുഭാഗം ചുണ്ടൻ എന്നീ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. മൂന്നാം ട്രാക്കിൽ വള്ളമില്ല. വിവരങ്ങളുമായി കുട്ടനാട്ടിൽ നിന്നും സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, അതെ, നമുക്ക് ആ മത്സരത്തിന് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അയ്യടാ പോയടാ അയ്യോ പോയേ എന്നൊക്കെ പറഞ്ഞ് കടന്നു വരുമ്പോൾ ആര് പുറകെ പോയി എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ഏതായാലും നടുവിലെ പറമ്പനും കരുവാറ്റ ശ്രീവിനായകനും ഇവിടെ കുളിർക്കാറ്റായി മാറുകയാണ്. ഇതാ ഈ മഴക്കാലത്ത് സൂര്യഭഗവാൻ ഇതാ ഈ പമ്പയാറിലേക്ക് എത്തി നോക്കുകയാണ്. മനോഹരമായ ദൃശ്യവിരുന്നായി മാറുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ജനതയുടെ മുഴുവൻ വികാരമായി മാറുന്ന ജലോത്സവം ഇതാ നടുവിലെ പറമ്പൻ അരമുറുക്കി നടുവ് മുറുക്കി ഇടിച്ചു കുത്തുകയാണ്. ഇത് കടൽ കുത്താണോ, ഇത് കായൽ കുത്താണോ, ഇത് കോമരകൻ ശൈലിയാണ്. 2 കോമരകൻ ശൈലിയിലെ തുഴച്ചിക്കാര് അയ്യടാ പോയടാ ഇടിച്ചു കുത്തിവാടാ തുഴഞ്ഞു കുത്തിവാടാ. ഇതാ അടവങ്കായങ്ങൾ കൊടച്ചക്രം പോലെ കറങ്ങുകയാണ്. വെടിത്തട്ടിലെ ഇടിയച്ചയുടെ ഇടിനാദത്തില് ഇതാ നടുവിലെ പറമ്പൻ NCDC IBC ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ മോശക്കാരല്ല കരുവാറ്റ ശ്രീവിനായകൻ. അവർക്ക് ഇവിടെ മത്സരത്തില് സുന്ദരൻ പോരാട്ടം കരുവാറ്റ കുമരകൻ ടൗൺ ബോട്ട് ക്ലബ്ബ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുകയാണ്. അങ്ങനെ 3 ഹീൽസുകളും കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് കുട്ടനാടിന്റെ ആവേശമായി മാറുമ്പോൾ ഇനിയും ചെറുവള്ളങ്ങളുടെ മത്സരവള്ളംകളി അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റില് ആരംഭിക്കും. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് ജയപ്രകാശ് കിടങ്ങറയിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം കാണികളുടെ ഞരമ്പുകളിൽ ജിജ്ഞാസ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിശയകരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ഈ വാട്ടർ സ്റ്റേഡിയത്തിൽ അരങ്ങു തകർത്തുമെങ്കിൽ തുറന്നു നടക്കുവാനുള്ളത് വെപ്പുവള്ളങ്ങളുടെ മത്സരമാണ്. വെപ്പുവള്ളം പ്രദർശന മത്സരം ആരംഭിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല. രണ്ടാം ട്രാക്കിൽ ജയ്ഷോട്ട് പുളിക്കീത്തറ, ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാട്, ജോബ് KM ക്യാപ്റ്റനായിട്ടുള്ള ജയ്ഷോട്ട് പുളിക്കീത്തറ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ പട്ടേരി പുരയ്ക്കൽ ന്യൂ കാവാലം ബോട്ട് ക്ലബിന്റെ എബി പടത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള. നിങ്ങൾ ആ പോളിൽ പഠിച്ച് കിടക്കുന്നവർ അവിടെ തന്നെ കിടന്നോ കേട്ടോ. നിങ്ങൾ സൂം ചെയ്ത് ആരൊക്കെയാണെന്ന് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട പണി നിങ്ങൾക്ക് കിട്ടും, കൃത്യമായി കിട്ടും. ഒരു വള്ളംകളി നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണത്? ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ നിങ്ങളോട്? നിങ്ങൾക്ക് ഈ പോളെ തന്നെ തൂങ്ങി കിടക്കാൻ ഒക്കത്തുള്ളൂ? എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം? ഇനി അതിൽ നിങ്ങൾ തൂങ്ങിയാൽ നിങ്ങളെ സൂം ചെയ്ത് നിങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ബോട്ടുകാരോട് അവിടെ നിങ്ങളോട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് ആ പോലീസുകാരോട് പറഞ്ഞു. നിങ്ങൾ അവിടെ ഒന്ന് കിടക്ക്. പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുക. പോളിൽ തൂങ്ങിക്കിടക്കുന്ന ആൾക്കാരെ അടിയന്തരമായി മാറ്റുക. അങ്ങനെ വാശിയേറിയ ഗ്രേഡിന്റെ പ്രദർശന മത്സരം വാട്ടർ സ്റ്റേഡിയത്തിൽ അങ്ങ് ആരംഭിക്കുകയാണ്. രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. രണ്ടാം ട്രാക്കിൽ ജയ്ഷോട്ട് പുളിക്കത്തറ, ജയശ്രീ ബോട്ട് ക്ലബ്ബ് ചരിത്രമുണ്ട്. 2003, 2004, 2005 പുന്നമട കായലിൽ ഇതിഹാസം രചിച്ച ഹാട്രിക് നേടിയ ജയശ്രീ ബോട്ട് ക്ലബ്ബ് ഈ കുറി ജയ്ഷോട്ട് പുളിക്കത്തറയിൽ ഈ പമ്പയാറിൽ അതിശയം കാണിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ പട്ടേരി പുരയ്ക്കൻ ന്യൂ കവാലം ബോട്ട് ക്ലബിന്റെ എബി പടത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള പട്ടേരി പുരയ്ക്കൻ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരും. അങ്ങനെ നയന മനോഹരമായിട്ടുള്ള വിളിക്കുന്നു, ഇങ്ങോട്ട് നോക്കാൻ. യെസ്, ആവേശത്രിയിലാണ് ആലപ്പുഴ. കുട്ടനാട്ടിൽ ചമ്പക്കുളം മൂലം ജലോത്സവം പുരോഗമിക്കുകയാണ്. ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഒന്നാം ഹിറ്റ്സ്, രണ്ടാം ഹിറ്റ്സ്, മൂന്നാം ഹിറ്റ്സ്, അങ്ങനെ 3 തവണയായി ആ ഒരു മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. മൂന്നാം ഹിറ്റ്സിൽ നടുവിലെ പറമ്പൻ ചുണ്ടനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. ഇനി രാജപ്രമുഖൻ ട്രോഫിക്കുള്ള ഫൈനലിൽ അരോമ ചുണ്ടനും നടുഭാഗവും നടുവിലെ പറമ്പിനും മത്സരിക്കും.
ആവേശോജ്വലമായ കാഴ്ചകളാണ് കുട്ടനാട്ടിൽ നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇനി ചെറുവള്ളങ്ങളുടെ പ്രദർശന മത്സരമാണ് നടക്കാനുള്ളത്. തത്സമയത്തിലേക്ക് പോകാം. മതസൗഹാർദ്ദത്തിന്റെ മാനവികതയുടെ സംസ്കാരം പേറുന്ന 411 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ മൂലം ജലോത്സവ പമ്പയാറിന്റെ പുളിനങ്ങളെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ജനരാജാക്കന്മാരുടെ തേരോട്ടവും പടയോട്ടവും നടക്കുമ്പോൾ കാണികളെ ആവേശഭരിതമാക്കി കടന്നു വരുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ ആഗസ്റ്റ് മാസം ആലപ്പുഴയിലെ ആവേശ കാഴ്ചകളാണ് തത്സമയം കാണുന്നത്. ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രദർശന മത്സരങ്ങളാണ്, ചെറുവള്ളങ്ങളുടെ പ്രദർശന മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.